ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മൾ ഇപ്പോൾ തേർഡ് സെമ്മിലെ മാത്സിലാണ് എത്തി നിൽക്കുന്നത്. തേർഡ് സെമ്മിലെ ഒരു മൊഡ്യൂൾ കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂൾ ഞാനാണ് എടുക്കുന്നത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് വെക്റ്റർ ഫീൽഡ്, വെക്റ്റർ ഇൻ്റഗ്രൽ കാൽക്കുലസ്, വെക്റ്റർ ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഈ രണ്ട് കൺസെപ്റ്റ്സുകളും അതീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെക്റ്റർ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ്. അപ്പം നമ്മൾ ഇതിൽ മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിഫറൻഷിയേഷനൊക്കെ പഠിച്ചു. ഓക്കെ, ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ അല്ലെങ്കിൽ ഒരു ഇപ്പം വെക്റ്റർ കാൽക്കുലസ് വെക്റ്റർ കാൽക്കുലസും നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെക്റ്റേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിഫറൻഷിയേഷൻ എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയൊക്കെ വരും, എന്തൊക്കെ രീതിയിലാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ വരുന്ന കേൾ ആൻഡ് ഡൈവേർജൻസ്, ഫസ്റ്റിലത്തെ സെക്ഷൻ എന്ന് പറയുന്നത് കേൾ ആൻഡ് ഡൈവേർജൻസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ ഒരു അരുവി എടുത്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു അമ്പ് അല്ലേ, അമ്പും വില്ലും അല്ലേ, ആരോ എയ്ത് വിട്ടിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് അല്ലേ, ഒരു തോക്കിൽ നിന്നും വെടി ഉതിർത്ത് വെക്കുന്ന ബുള്ളറ്റ്. അപ്പോൾ ആ ബുള്ളറ്റിനൊക്കെ ഒരു ഡയറക്ഷൻ ഉണ്ട്, അതിനൊക്കെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഓക്കെ അല്ലേ, ഉണ്ടായിരിക്കും. അപ്പം അതൊരു വെക്റ്ററാണ് സത്യത്തിൽ. അത് ചിലപ്പോൾ വെക്റ്റർ മാത്രമല്ല, വെക്റ്റേഴ്സുകൾ കൂടി ചേർന്നതായിരിക്കും ചിലപ്പോൾ അവിടെ. അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു, അങ്ങനെയാണെങ്കിലും അതും വെക്റ്റർ ഫീൽഡിന് എക്സാമ്പിളാണ്. ഓക്കെ, അങ്ങനെ കുറേ സംഭവ വികാസങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു പാഠഭാഗമാണിത്. അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അതായത് ഒരു വെക്റ്റർ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 2 വേരിയബിൾ ഓർ 3 വേരിയബിൾ വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻ. ഓക്കെ, വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻ അല്ലെങ്കിൽ വെക്റ്റർ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾ 3 വേരിയബിൾ. നമ്മൾ 1 വേരിയബിൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞതാണ്, കഴിഞ്ഞ ആദ്യത്തെ മൊഡ്യൂളിൽ. രണ്ടാമത്തെ മൊഡ്യൂളിൽ 2 വേരിയബിളും 3 വേരിയബിൾസിൻ്റെയും കാര്യമാണ്. 3 വേരിയബിൾസ് എന്ന് പറയുമ്പോൾ അവിടെ പാരാമീറ്റേഴ്സ് 3 എണ്ണം ഉണ്ടാവും അല്ലേ, 2 എന്ന് പറയുമ്പോൾ പാരാമീറ്റേഴ്സ് 2 എണ്ണം ഉണ്ടാവും. അങ്ങനെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ കണക്കാക്കുക, 2 വേരിയബിൾ ആയിട്ടുള്ളതാണ്, എക്സും വൈ ആണ് ഇവിടെ വേരിയബിൾ. അങ്ങനെയാണ് എങ്കിൽ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു സം വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓഫ് പി ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ക്യൂ ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു ജെ ക്യാപ്. ഇതാണ് 2 വേരിയബിൾ ആയിട്ടുള്ള വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഐ ക്യാപ് പ്ലസ് എക്സ് സ്ക്വയർ വൈ, എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ജെ ക്യാപ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എക്സാമ്പിളാണ്. അടുത്തത് 3 വേരിയബിളിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫോം ഉണ്ടാവുക വെച്ചിട്ടുണ്ട് എങ്കിൽ, ഫോം എങ്ങനെയാണെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഈക്വൽ ടു പി ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഐ ക്യാപ് പ്ലസ് ക്യൂ ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ജെ ക്യാപ് പ്ലസ് ആർ ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് കെ ക്യാപ് എന്ന് പറയുന്ന ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ രണ്ട് കൺസെപ്റ്റ്സുകളും നമ്മൾക്ക് ഈ ഫോമിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പം വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ നമ്മൾ വെക്റ്റർ ഫീൽഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, വെക്റ്റർ ഫീൽഡ്സ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം എന്താണ് നമ്മൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് വെക്റ്റർ വാല്യൂഡ് അല്ലെങ്കിൽ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ വെക്റ്റർ ഫീൽഡിന് എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വിമാനം പറത്തുന്നുണ്ട് എങ്കിൽ അതിൻ്റെ എയർ ഫ്ലോ ഉണ്ടാവും അല്ലേ, ഒരു പ്ലെയിനിന്. അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ഫ്രിക്ഷൻ എന്നൊക്കെ പറയും, നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ, വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ അതിനെതിരെ എന്ത് ചെയ്യും, എയർ മൂവ് ചെയ്യും അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിക്കൊണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ആ എയർ ഫ്ലോ സത്യത്തിൽ എന്താണ്, ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാണ് അല്ലെങ്കിൽ വെക്റ്റർ ഫീൽഡാണ്. ഓക്കെ, അതേ മോഡലിൽ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് നമ്മളുടെ ധമനികൾ അല്ലെങ്കിൽ സിരകളിലൂടെ രക്തം പമ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഫ്ലോയും എന്തുതന്നെയാണ് വെക്റ്റർ ഫീൽഡിന് എക്സാമ്പിളാണ്. ഓക്കെ, വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ വെക്റ്റർ ഫീൽഡിന് എക്സാമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേൾ ആണ്. കേൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 3 വേരിയബിൾ വാല്യൂഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ്, that is equal to in the form of p of x comma y comma z I cap plus q of x comma y comma z j cap plus r of x comma y comma z of k cap.
ഇവിടെ എക്സ് വൈ സെഡ് എന്താണ്? പാരാമീറ്റേഴ്സ് ആണ്, അതായത് വേരിയബിൾസ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആറും ടി ഒക്കെ എന്താണ്? പി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ 3 വേരിയബിൾ ഫംഗ്ഷൻ ആണ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഐ. അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗ്ഷനാണ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ജെ. അതുപോലെ തന്നെ ആർ, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ, വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ട് എങ്കിൽ എന്താണ് ആ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ കേൾ എന്നാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. കേൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽ ക്രോസ് എഫ് ആണ്. ഡെൽ ക്രോസ് എഫ്, ഡെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഡെൽ വെക്റ്റർ. ഡെൽ വെക്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ക്യാപ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഡെല്ല് എന്ന് പറയുന്നത്. എഫ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം കേൾ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്? ഡെൽ ക്രോസ് എഫ്. ഡെൽ ക്രോസ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് നമുക്കറിയാം, ഐ ജെ കെ കമ്പണൻറ്റ് എടുക്കണം. അതായത് ഏതിൻ്റെ? ആദ്യം ഡെല്ലാണ്. അപ്പോൾ ഡെല്ലിൻ്റെ ഐ കമ്പണൻറ്റ്, ജെ കമ്പണൻറ്റ്, കെ കമ്പണൻറ്റ് ആദ്യം എഴുതുക. പിന്നെ അടുത്ത ക്രോസ് എഫ് ആണ് എങ്കിൽ എഫിൽ ഐൻ്റെ കമ്പണൻറ്റ് പിന്നീട് എഴുതുക, പിന്നെ ക്യൂൻ്റെ എഴുതുക, പിന്നെ ജെൻ്റെ എഴുതുക, പിന്നെ കെൻ്റെ എഴുതുക. അപ്പോൾ നമുക്ക് വരിക എന്തെന്നാണ്? അല്ലേ, ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് അല്ലേ, പി ക്യു ആർ എന്ന് പറയുന്ന ഫോമിലാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക. അപ്പം ഇവിടെയൊക്കെ നമ്മൾ ചെയ്യാനുള്ളത്, ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും, ഹൗ ടു സോൾവ് എ പ്രോബ്ലം അല്ലേ. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങളൂടെയും പറയാനുണ്ട്. എന്നിട്ട് നമ്മൾ എക്സാമ്പിളിലേക്ക് കിടക്കും. ഒന്നാമത്തെ നോട്ട്, കേൾ ഓഫ് ഈക്വൽ ടു, കേൾ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു 0 ആയാൽ എന്താണ് അതിൻ്റെ മീനിങ്? ഫ്ലൂയിഡിൻ്റെ കേസാണെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ്, ഫ്ലൂയിഡ് എന്ന് പറയുമ്പം വെള്ളം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയില് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അല്ലേ, ഫ്ലൂയിഡ് ഡാം. ഓക്കെ, ഫ്ലൂയിഡിൽ കേസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലോ ഇറൊട്ടേഷണൽ ഫ്ലോ ആയിരിക്കും. കേൾ എഫ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് ഫ്ലൂയിഡിൻ്റെ കേസിൽ ഇറൊട്ടേഷണൽ ഫ്ലോ ആയിരിക്കും. ഓക്കെ, ആ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ എങ്ങനെ ആയിരിക്കും? ഇറൊട്ടേഷണൽ എന്ന് പറഞ്ഞാൽ നേരെ ഡയറക്റ്റ് പോയിട്ട് പതിക്കുക. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഇറൊട്ടേഷണൽ റോക്ക്, ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈല് മുറിക്കുക. ഈ ടൈൽ എന്ന് പറയുമ്പോൾ നമ്മളെ ടൈലല്ല, മാർബോണൈറ്റ് കല്ലുകൾ, മാർബോണൈറ്റ്, അതുപോലെ തന്നെ മാർബോണൈറ്റ് അല്ല, മാർബിള്, കടുപ്പ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മുറിക്കുന്നത് വെള്ളം കൊണ്ടാണ്. ഹൈ സ്പീഡിൽ എന്ത് കൊടുക്കുന്നതാണ്? പവർ കൊടുത്തിട്ടാണ് അല്ലേ. അപ്പം അതെന്താണ്? ഒരു റൊട്ടേഷണലിന് എക്സാമ്പിളാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ഒരു നേരെ ഡയറക്ഷനിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളിപ്പം ഒരു പുഴ ഉണ്ട് എങ്കിൽ ആ പുഴയിൽ നമ്മളൊരു നടുവിലൊക്കെ കല്ലുണ്ട് എങ്കിൽ ആ കല്ലിനെയൊക്കെ തഴുകിയാണ് എന്ത് കടന്നു പോവുക? വെള്ളം കടന്നു പോവുക. അത് റൊട്ടേഷണൽ ഫ്ലോ ആണ്. ഓക്കെ, റൊട്ടേഷണൽ ഫ്ലോ, കാരണം അതിനെയൊക്കെ തഴുകിയിട്ട് കടന്നു പോകും. ഓക്കെ, അപ്പോൾ കേൾ എഫ് എഫ് 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? റൊട്ടേഷണൽ ഫ്ലോ ആണ് ഫ്ലൂയിഡിൻ്റെ കേസ്. അത് ചോദിക്കാറുണ്ട്. ഇപ്പം ഈസ് ഇറ്റ് റൊട്ടേഷണൽ ഫ്ലോ ആണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫംഗ്ഷൻ വെക്റ്റർ ഫീൽഡ് ഉണ്ട് എന്ന്, വെക്റ്റർ ഫീൽഡ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് ചോദിക്കും ഇത് റൊട്ടേഷണൽ ഫ്ലോ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? കേൾ എഫ് 0 ആണോ എന്ന് ചെക്ക് ചെയ്താൽ. കേൾ എഫ് 0 ആണെങ്കിൽ ഇറൊട്ടേഷണൽ ഫ്ലോ ആണ്, അതല്ല എങ്കിൽ റൊട്ടേഷണൽ ഫ്ലോ ആണ്. ഓക്കെ, അടുത്തത് ഡൈവേർജൻസിൻ്റെ ഡെഫിനിഷനാണ്. ഡൈവേർജൻസ് ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഡെൽ ഡോട്ട് എഫ് ആണ്. ഓക്കെ, വെക്റ്റർ പ്രോഡക്റ്റ് അല്ല, സ്കേലാർ പ്രോഡക്റ്റ്. കേൾ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ആണ്, ഡെൽ ക്രോസ് എഫും. ഡൈവേർജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റും, അതായത് ഡെൽ ഡോട്ട് എഫ് ആണ്. അപ്പം എന്താണ് ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എഫ് ഇവിടെ തന്നിട്ടുണ്ട്, പി ഐ ക്യാപ് പ്ലസ് ക്യൂ ജെ ക്യാപ് പ്ലസ് ആർ കെ ക്യാപ്. അപ്പം നമ്മളുടെ ഡെൽ ഡോട്ട് എഫ് എന്താണ് നമുക്കറിയാം? ഡോ ബൈ ഡോ എക്സ് ഓഫ് പി ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഡോ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ക്യൂ ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ആർ ഓഫ് എക്സ് കോമ വൈ കോമ സെഡ്. ഓക്കെ, ഇനി ഇതിലുള്ള നോട്ടാണ്, അതായത് ഡൈവേർജൻസ് ഓഫ് എ വെലോസിറ്റി നിയർ എ പോയിന്റ്
ഒരു പോയിന്റിൽ പി എന്ന് പറയുന്ന പി ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് എന്ന് പറയുന്ന പോയിന്റിലുള്ള ഡൈവേർജൻസ് എന്ന് പറയുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലക്സ് പെർ യൂണിറ്റ് വോളിയം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്ലക്സ് പെർ യൂണിറ്റ്. ഫൈൻഡ് ദി ഫ്ലക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ഡൈവേർജൻസ് ആണ് എന്ന് ഓർത്തോളുക. ഫൈൻഡ് ദി ഫ്ലക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ എന്താണ്? ഡൈവേർജൻസ് ആണ് എന്ന് ചോദിച്ചോളാം. ഇവിടെ നോക്കുക, ഫ്ലക്സ് ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഫ്ലക്സ് പെർ യൂണിറ്റ് വോളിയം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഫൈൻഡ് ദി ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഡൈവേർജൻസ് ആണ്. ഓക്കെ, ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ ഡൈവേർജൻസ് ആണ്. അതായത് എന്താണ് കാണേണ്ടത്? ഡെൽ ഡോട്ട് എഫ് ആണ്. ഓക്കെ, അപ്പോൾ കേൾ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ പ്രത്യേകിച്ച് വരുന്ന ഇറൊട്ടേഷണൽ ഫ്ലോ ആണ് വരുന്നത്. പക്ഷേ ഫ്ലക്സ് എന്ന് അല്ല, ഡൈവേർജൻസി പറയുമ്പോൾ അവിടെ എന്താണ്? ഫ്ലക്സ് ആണ് വരുന്നത്. അത് രണ്ടും ഓർത്തോളാം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കണ്ടീഷൻ പഠിക്കാനുള്ളത്. ഓക്കെ, ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു 0 ആണ് എങ്കിൽ, ഫ്ലൂയിഡിൻ്റെ കേസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻകംപ്രസിബിൾ എന്ന് പറയും. ഇൻകംപ്രസിബിൾ ആണ് എന്ന്, ഒരു ഫ്ലൂയിഡ് ഇൻകംപ്രസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ, ഒരു വെക്റ്റർ ഫീൽഡ് ഇൻകംപ്രസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു 0 ആണോ നോക്കിയാൽ മതി. ഡെൽ ഡോട്ട് എഫ് 0 ആണോ നോക്കിയാൽ മതി. ഇനി അടുത്ത കേസിൽ, ഇത് ഫ്ലൂയിഡിൻ്റെ കേസാണ്. ഇനി അടുത്ത കേസ്, ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ കേസിൽ സാധാരണഗതിയിൽ സോളിനോയിഡൽ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ സോളിനോയിഡൽ ആണെങ്കിൽ ഡെൽ ഡോട്ട് എഫ് 0 ആണ്. ഓക്കെ, സോളിനോയിഡൽ ആണെങ്കിൽ ഡെൽ ഡോട്ട് എഫ് 0 ആണ്. ഈസ് ഇറ്റ് എ സോളിനോയിഡൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡെൽ ഡോട്ട് എഫ് നോക്കുക. അത് 0 ആണെങ്കിൽ എന്താണ്? സോളിനോയിഡൽ ആണ്. അതല്ല എങ്കിൽ അല്ല. അതുപോലെ തന്നെ ഇവിടെ ഇൻകംപ്രസിബിളും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലൂയിഡിൻ്റെ കേസിൽ ഇൻകംപ്രസിബിളും. ഓക്കെ, ഇനി ക്വസ്റ്റ്യനാണ്. അതായത് ഇഫ് എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ക്യൂബ് മൈനസ് സെഡ് റൈസ് ടു 4ik പ്ലസ് 4x raised to 5y square zj cap plus minus y raised to 4 into z raised to 6k. Find ആദ്യത്തെ കുഞ്ഞാപ്പു കേൾ എഫ് കാണാനും, സെക്കൻഡ് കുഞ്ഞാപ്പു ഡൈവേർജൻ്റ് ഓഫ് എഫ് കാണാനും, മൂന്നാമത്തെ കുഞ്ഞാപ്പു ഡൈവേർജൻസ് ഓഫ് കേൾ എഫിൻ്റെ ഡൈവേർജൻസ് കാണാനുമാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ആദ്യം നമുക്ക് കേൾ കാണാം. കേൾ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡെൽ ക്രോസ് എഫ് ആണ് അല്ലേ? കേൾ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽ ക്രോസ് എഫ്. അതായത് നമുക്കറിയാം ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ കമ്പണൻ്റ് എഴുതുക അല്ലേ? പിന്നെന്താണ്? ഡെല്ലിലുള്ള ഐ കമ്പണൻ്റ്, ജെ കമ്പണൻ്റ്, കെ കമ്പണൻ്റ് എഴുതുക. അതായത് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. ഇങ്ങനെ എഴുതുമ്പോൾ ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കണ്ട. ഇതിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞുതരും അല്ലേ? ഇനി ആരാണ്ടാവുക? എഫ് ആരാണ്? ഇതാ എക്സ് സ്ക്വയർ വൈ ക്യൂബ് മൈനസ് സെഡ് റൈസ് ടു 4x റൈസ് ടു 5 ഇൻറ്റു വൈ സ്ക്വയർ സെഡ് മൈനസ് വൈ റൈസ് ടു 4 സെഡ് റൈസ് ടു 6 അല്ലേ? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക. ഐനെ ആദ്യം ഇവിടെ വെക്കുക, ഇതിൻ്റെ റോയും കോളും മാറ്റി നിർത്തുക. അപ്പോൾ ഡോ ബൈ ഡോ വൈ ഇൻറ്റു അല്ലേ? അപ്പം വരുന്നത് നോക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണേ. ഡോ ബൈ ഡോ വൈ ഇൻറ്റു ഇതിൻ്റെ ഡോ ബൈ ഡോ വൈ ഇൻറ്റു വൈ റൈസ് ടുൻ്റെ എന്താ വരിക? വൈ. സെഡ് റൈസ് ടു 6 ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, വൈയിലാണ് ഇവിടെ ഡോ ചെയ്യേണ്ടത്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് ഉണ്ട്, മൈനസ് എടുക്കണം. 4 ഇൻറ്റു വൈ ക്യൂബ് അല്ലേ? 4 ഇൻറ്റു വൈ ക്യൂബ്, സെഡ് ഈസ് 6, സെഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ദെർഫോർ സെഡ് റൈസ് ടു 6. ഇനി മൈനസ്, ഇനി അടുത്ത ആരാ? കെ കമ്പണൻറ്റിൻ്റെ കുഞ്ഞാപ്പാണ്. ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു 4x റൈസ് ടു 5 ഇൻറ്റു വൈ സ്ക്വയർ സെഡ്. അതിനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ സെഡ് ആണ്. സെഡ് ഒറ്റ കുഞ്ഞാപ്പേ ഉള്ളൂ. അപ്പം ഇവിടെ എന്തായി? 1 ആയി മാറും. അപ്പോൾ 4x റൈസ് ടു 5 വൈ സ്ക്വയർ. ഓക്കെ, റെഡി. ഐ ക്യാപ്പ് അല്ലേ? ഐ ക്യാപ്പ്. ഇനി മൈനസ് ജെ ക്യാപ്പിൻ്റെ ആണ് വരിക. ജെ ക്യാപ്പിൻ്റെ റോയും കോളവും ക്യാൻസൽ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരും ആദ്യം അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട്. അതായത് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു മൈനസ് വൈ റൈസ് ടു 4 ഇൻറ്റു ഇവിടെ എക്സിൻ്റെ ടേം ഇല്ല. ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു എക്സിൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ട് അതെന്തായി മാറും? 0 ആയി മാറും. പിന്നെ അടുത്തത് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു ഇഭാഗമാണ്.
അപ്പം മൈനസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു ഈ കുഞ്ഞാപ്പൂര് ഒന്നുമില്ല 0. ഇവിടെ വരുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരിക എന്താണ് വരിക? z റേസ് ടു 4z³ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ഇവിടെ ഒരു മൈനസ് ഉണ്ടാനും. അപ്പം -4z³ ഓക്കെ. ഇനി അടുത്തത് പ്ലസ് കെ പ്ലസ് കെ ക്യാപ്പിലുള്ള ടേം. കെ ക്യാപ്പിൻ്റെ എന്തെന്ന് എടുക്കണം? ആ റോയും കോളവും മാറ്റി നിർത്തുക. ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു 4x⁵5y² മൈനസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു x² y³ z⁴. അതെന്താ വരിക? ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ കൊടുക്കുമ്പം 4 5 20. അപ്പം 20x⁵ ഉള്ള 4 ആം x⁴ y² ഇൻറ്റു z. അതുപോലെ തന്നെ മൈനസ് കറസ്പോണ്ടിങ് ആയിട്ട് ഡോ ബൈ ഡോ വൈ ഇൻറ്റു വൈയിലുള്ള z മാത്രമാകുമ്പോൾ കോൺസ്റ്റൻറ്റ് ക്യാൻസൽ ചെയ്യാൻ 0 ആയി പോവും. ഇവിടെ വൈൻ്റെ ടേമിൻ്റെ അപ്പുറത്ത് വരുന്ന കോൺസ്റ്റൻ്റ് ആരാണ്? x² ആണ്. y³ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3 ഇൻറ്റു y² ആണ്. therefore 3x² y² കെ ക്യാപ്പ്. ഓക്കെ. അപ്പം നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ കുഞ്ഞാപ്പുകളെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് കിട്ടിയത് കേൾ എഫ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് കിട്ടാനുള്ളത്? ഡൈവേർജൻ്റ് എഫ് ആണ് കിട്ടാനുള്ളത്. അപ്പോൾ ഡൈവേർജൻ്റ് എഫ് നമ്മൾ ചെക്ക് ചെയ്യാം. ഡൈവേർജൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീൻ്റെ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ആദ്യത്തെ ആൾ ഐ ക്യാപ്പിലുള്ള ആൾ ആദ്യം എടുക്കണം. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു x² y³ മൈനസ് z⁴ പ്ലസ് അടുത്തത് ഡോ ബൈ ഡോ വൈ ഇൻറ്റു പി ആരാണ്? ഇവിടെ 4x⁵5 y² z പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു ആർ. ഇവിടെ ആരാണ് ആറ് വരുന്നത്? മൈനസ് y⁴ ഇൻറ്റു z⁶. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്ത് കിട്ടിക്കഴിഞ്ഞു? അതായത് വിച്ച് ഈസ് ഈക്വൽ ടു 2xy³ പ്ലസ് 8x⁵5yz മൈനസ് 6y⁴ z⁵. ഇത് വന്നു കഴിഞ്ഞു. ഓക്കെ. ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുക. ഡോ ബൈ ഡോ x² എന്ത് ചെയ്യും? മാറി 2x ആവും. കാരണം y³ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 2x ഇൻറ്റു y³. റെഡി. ഇനി z-ൻ്റെ കൊടുക്കുമ്പോൾ കോൺസ്റ്റൻ്റ് ആണ്, 0 ആയി പോകും. പിന്നെ അടുത്ത് ഡോ ബൈ ഡോ വൈ ഇൻറ്റു 4x⁵5 ഇൻറ്റു y² z. അതിനെ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വൈൻ്റെ ടേം ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. 4x⁵5 ഇവിടെ y²ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 ഇൻറ്റു വൈ. അപ്പോൾ 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 8x⁵5 ഇൻറ്റു വൈ. ഇവിടെ z കോൺസ്റ്റൻ്റ് ആണ്, z. അപ്പം മൈനസ് ഡോ ബൈ ഡോ സെഡ് മൈനസ് y⁴ അതങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും. z⁶ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 6 ഇൻറ്റു z⁵. അപ്പോൾ 6 ഇൻറ്റു y⁴ ഇൻറ്റു z⁵. അപ്പോൾ കേൾ എഫ് കിട്ടിക്കഴിഞ്ഞു. കേൾ എഫ് എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അല്ലേ, അതുപോലെ തന്നെ ഡൈവേർജൻസി കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഡൈവേർജൻസ് ഓഫ് കേൾ എഫ്, അതായത് ഡെൽ ഡോട്ട് ഓഫ് ഡെൽ ക്രോസ് എഫ്. അപ്പോൾ കേൾ എഫ് നമുക്ക് തന്നിട്ടുണ്ട്, അതിനെ ജസ്റ്റ് ഒന്ന് ഡൈവേർജ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ആദ്യം ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഇവിടെ തന്ന കുഞ്ഞാപ്പു പ്ലസ് അടുത്ത കുഞ്ഞാപ്പു ഡോ ബൈ ഡോ വൈ ഇൻറ്റു ഇവിടെ തന്ന ജയിലുള്ള കുഞ്ഞാപ്പു, അടുത്തത് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു കെയിലുള്ള കുഞ്ഞാപ്പു. ഇനി അപ്ലൈ ചെയ്യാം. ഡോ ബൈ ഡോ എക്സ് ഇതിൽ 0 ഇവിടെ കൊടുക്കുമ്പോൾ 5x⁵5ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 5 ഇൻറ്റു x⁴ ആണ്. അപ്പോൾ 5 4 20 മൈനസ് 20x⁴ y² അല്ലേ. അതുപോലെ തന്നെ ഡോ ബൈ ഡോ വൈ ഇൻറ്റു 4z അത് 0 ആയി മാറും. അടുത്തത് ഡോ ബൈ ഡോ സെഡ് ഇവിടെ ഒറ്റ കുഞ്ഞാപ്പാണ് z-ൻ്റെ ടേം ഉള്ളത്. അപ്പോൾ z ഒന്നേ ഉള്ളൂ, z-ൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ 20x⁴ ഇൻറ്റു y² കറസ്പോണ്ടിങ് സെൽഫ് നോക്കുക. മൈനസ് 20x⁴ ഇൻറ്റു y² പ്ലസ് 20x⁴ ഇൻറ്റു മൈനസും പ്ലസും കൂടുമ്പോൾ 0
Therefore you will get the answer. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. Find the curl and divergence of the vector field f of x comma y comma z equal to x into z I cap plus y into z j cap plus x into y k cap. Solution. Curl of equal to I j k, determinant of I j k അല്ലേ, ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. ഇനി അല്ലേ ഐൻ്റെ നേരെയുള്ളത് ഇവിടെ എക്സ് സെഡ്, വൈൻ്റെ ജെൻ്റെ നേരെയുള്ളത് വൈ സെഡ്, അതുപോലെ തന്നെ കെൻ്റെ നേരെ എക്സ് വൈ. ഇനി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഇൻറ്റു എക്സ് വൈ മൈനസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു വൈ സെഡ്. ഓക്കെ, റെഡി, വൈ സെഡ്. അടുത്തത് ജെ ഇൻറ്റു മൈനസ് ജെ ഇൻറ്റു ഈ റോയും ഈ കോളും ഈ റോയും പോകുന്നതാണ്. അപ്പം എന്താ പറയുക, ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു എക്സ് വൈ ഡോ മൈനസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു എക്സ് സെഡ് അല്ലേ. ലാസ്റ്റ് കെൻ്റെ ടേമാണ് പ്ലസ് കെ. അപ്പോൾ ഈ കോളും ഈ റോയും പോവും. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു വൈ സെഡ് മൈനസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു എക്സ് സെഡ്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ഡോ ബൈ ഡോ വൈ ഇൻറ്റു എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് മാത്രമേ ഉണ്ടാവും അല്ലേ. അപ്പോൾ എക്സ് അല്ലേ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ചെയ്യുമ്പോൾ വൈ സെഡിൽ സെഡിൻ്റെ ടേം പോകുമ്പോൾ വൈ മാത്രമേ ഉണ്ടാവും. അപ്പോൾ എക്സ് മൈനസ് വൈ ഐ ക്യാപ്പ് എന്ന് കിട്ടും. അതുപോലെ തന്നെ അടുത്തത് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് തന്നെ വരും. ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് തന്നെ വരും. എക്സ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 0 ആയി മാറും. ഇനി അടുത്തത് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു വൈ സെഡ്, അപ്പം എക്സ് ഇല്ല 0 ആയി മാറും. ഡോ ബൈ ഡോ വൈ ഇൻറ്റു വൈ 0 ആയി മാറും. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ ആണ്. എക്സിൻ്റെ ടേം ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 1 ആവും വൈ. ഇവിടെ സെഡിൻ്റെ പോകുമ്പോൾ എക്സ്, അപ്പോൾ വൈ മൈനസ് എക്സ് എന്നാണ് ഉണ്ടാവുക. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാവുക എക്സ് മൈനസ് വൈ ഐ ക്യാപ്പ് മൈനസ് വൈ മൈനസ് എക്സ് ജെ ക്യാപ്പ് പ്ലസ് 0 കെ ക്യാപ്പ്. ആൻസർ കിട്ടിക്കഴിഞ്ഞു. ദിസ് ഈസ് അവർ ആൻസർ. അപ്പോൾ അടുത്തത് ഡൈവേർജൻ്റ് എഫ് കാണാനാണ്. ഡെൽ ഡോട്ട് എഫ് കാണണം. ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഐ ക്യാപ്പിലുള്ള എക്സ് വൈ ആണ്, എക്സ് സെഡ് ആണ്. അതുപോലെ തന്നെ ഡോ ബൈ ഡോ വൈ ഇൻറ്റു വൈ സെഡ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു എക്സ് വൈ. അപ്പം ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 1, അപ്പം സെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. സെഡ് പ്ലസ് വൈൻ്റെ ടേം പോകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവുക സെഡാണ് ഉണ്ടാവുക. ഇത് തെറ്റാണ് കേട്ടോ, ഇവിടെ എഴുതിയ തെറ്റാണ്. ഇവിടെ സെഡാണ് ഉണ്ടാവുക. ഇവിടെ തെറ്റിയിട്ടുണ്ട്, ഐ എം വെരി വെരി സോറി. ഇവിടെ തെറ്റിയിട്ടുണ്ട്, ഇവിടെ സെഡാണ് ഉണ്ടാവുക. ഐ എം വെരി വെരി സോറി. ഇത് സെഡാണ് ഉണ്ടാവുക, ഇവിടെ 0 കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ സെഡ് പ്ലസ് സെഡ് എന്തായിരിക്കും, 2Z ആണ് ആൻസർ ഉണ്ടാവുക കേട്ടോ. 2Z ആണ് ഉണ്ടാവുക. ഇത് തെറ്റാണ്. ഓക്കെ, ഇനി ഇതേ മോഡലിൽ തന്നെ ക്വസ്റ്റ്യന് ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഫൈൻഡ് ദി കേൾ ആൻഡ് ഡൈവേർജൻസ് ഓഫ് ദി ഗിവൺ വെക്റ്റർ ഫീൽഡ് എഫ് ഓഫ് എക്സ് കോമ വൈ. ഇതിൽ നമ്മൾ ആദ്യം കേൾ കാണുക. കേൾ എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫ് കാണുക. അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ മുകളിൽ കൊടുക്കണം. എന്നിട്ട് ഡെല്ല് എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. അതുപോലെ തന്നെ എഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് 10 ഐ ക്യാപ്പിൻ്റെ താഴെ, നേരെ താഴേൻ്റെ താഴെ വരിക 10 വൈ സെഡ് വരും. അതുപോലെ തന്നെ അടുത്ത ജെൻ്റെ താഴെ 2x² സെഡ് വരും അല്ലേ. ഡിറ്റർമിനൻ്റ് കൊടുക്കുമ്പോൾ അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുക. അടുത്തതും അങ്ങനെ പ്രോബ്ലം ചെയ്യുക. പ്രോബ്ലം ചെയ്ത് തീർന്നതിന് ശേഷം ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ. ഓക്കെ, അത് അസൈൻമെൻ്റ് ആയിട്ട് തരുന്നതാണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യന്, ലെറ്റ് ആർ ബി എ വെക്റ്റർ ആർ ഈക്വൽ ടു എക്സ് ഐ കെ പ്ലസ് വൈ ജെ കെ പ്ലസ് സെഡ് കെ ക്യാപ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാനാണ്. ഡൈവേർജൻ്റ് ഓഫ് ആർ ഈക്വൽ ടു ഡെൽ ഡോട്ട് ആർ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അത് 3 ആണെന്ന്, ഡൈവേർജൻ്റ് ആർ ഈക്വൽ ടു 3 ആണെന്ന് പ്രൂവ് ചെയ്യണം.
അപ്പം വെരിഫൈ ചെയ്യാണ് നമ്മൾ 3 ആണ് എന്ന് ഞാൻ നേരെ സൊല്യൂഷനിലേക്ക് പോയതാണ്. ഇപ്പോൾ ഡൈവേർജൻ്റ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽ ഡോട്ട് ആർ ആണ്. അപ്പോൾ ഇവിടെ എക്സ് വൈ സെഡ് ആണ് ഇവിടുത്തെ പാരാമീറ്റർ. അപ്പോൾ ഡോ എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ സെഡ് ബൈ ഡോ സെഡ്. അപ്പോൾ അതെന്താണ് 1 + 1 + 1 ആണ്, ദാറ്റ് ഈസ് 3. ഓക്കെ, അടുത്തത് കേൾ ഓഫ് ഈക്വൽ ടു കാണാനാണ് നമുക്കുള്ളത്. അതായത് ഡെൽ ക്രോസ് ആർ ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഡോ ബൈ ഡോ എക്സ് കറസ്പോണ്ടിങ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് കിട്ടുക ഐ ജെ കെ ഡോ സെഡ് ബൈ ഡോ വൈ മൈനസ് ഡോ വൈ ബൈ ഡോ സെഡ്. അതുപോലെ തന്നെ ജെ ക്യാപ്പിൽ ഡോ സെഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ എക്സ് ബൈ ഡോ സെഡ്. അതുപോലെ തന്നെ കെ ക്യാപ്പിൽ ഡോ വൈ ബൈ ഡോ എക്സ് മൈനസ് ഡോ എക്സ് വൈ ബൈ ഡോ വൈ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുമ്പോൾ ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ ഐ ക്യാപ്പ് ആട്ടോ ഇതുപോലെ തന്നെ ജെ ക്യാപ്പിലും 0 കെ ക്യാപ്പിലും 0. കാരണം അവിടെ പ്രത്യേകിച്ച് കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അല്ലേ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ് ഇവിടെ വൈ ചെയ്യുന്ന ഓരോന്നും വിത്ത് റെസ്പെക്റ്റ് വരുമ്പോൾ മറിയുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ 0 ആണ് നമുക്ക് കിട്ടുക. ഇതേ മോഡലിൽ തന്നെ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വെക്റ്റർ ഫീൽഡ്. അതിനെങ്ങനെ നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ A1 ഐ ക്യാപ് പ്ലസ് A2 ജെ ക്യാപ് പ്ലസ് A3 കെ ക്യാപ് എന്ന് മോഡലിൽ എടുക്കാം. ആർ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ് എന്ന് പറയുന്ന മോഡലിൽ എടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഞാൻ ചെയ്ത മോഡലിൽ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എ ക്രോസ് ഡെല്ല് ആദ്യം കാണണം. എ ക്രോസ് ഡെല്ല് എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ എന്ന് എഴുതുക, A1 A2 A3 എന്ന് എഴുതുക. അതിൻ്റെ താഴെ ഡെല്ല് എഴുതണം. ഡെല്ല് ഏതാ, ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക. ഡിറ്റർമിനൻ്റ് കാണാനൊന്നുമില്ല, ആട്ടും ഇങ്ങോട്ടും ഇതാക്കി എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറച്ച് ലെങ്ത് ഉണ്ടാവും. എന്നിട്ട് അതിനെ പിന്നെ ക്രോസ് ചെയ്യണം. പിന്നെയും ആറ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ് ഉണ്ട്. ഇനി പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കിട്ടിയ സാധനം ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും ഐ ജെ കെ കമ്പണൻറ്റ്. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ കമ്പണൻറ്റ് ചെയ്താൽ എന്നിട്ട് അതിൻ്റെ താഴെ എ ക്രോസ് ഡബ്ല്യു ഡെല്ല് എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴെ ആറിന് എഴുതുക. ഓക്കെ, അത് എഴുതുക. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് നമുക്ക് കിട്ടേണ്ടത് -2a ആണ് എന്നാണ്. അതായത് 2a വെക്റ്റർ ഫീൽഡ് ആണ് എന്നാണ് പ്രൂവ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡെൽ ക്രോസ് എ ക്രോസ് ആർ. ആദ്യം ഇവിടെ നമ്മൾ കാണേണ്ടത് എ ക്രോസ് ആർ ആണ് കാണേണ്ടത്. എ ക്രോസ് ആർ എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ എന്ന് എടുക്കുക. എൻ്റെ സ്ഥാനത്ത് ആദ്യം കൊടുക്കേണ്ടത് A1 A2 A3 കൊടുക്കുക. അതിൻ്റെ താഴെ എക്സ് വൈ സെഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഡെൽ ഡോട്ട് എ ക്രോസ് ആർ. എ ക്രോസ് ആറിനെ ആദ്യം കാണണം. അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴെ A1 A2 A3 എഴുതുക. അതിൻ്റെ താഴെ എക്സ് വൈ സെഡ് എന്ന് എഴുതുക. അത് കാണുക. എന്നിട്ട് ഡോട്ട് പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ 0 ആണ് എന്ന് തെളിയിക്കട്ടോ. ഓക്കെ, ഹോംവർക്കാണ്. അടുത്ത വെരിഫൈ ദി ഗിവൺ ഐഡൻറ്റിറ്റി. ഡെൽ ഡോട്ട് എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഡെൽ ഡോട്ട് എഫ് പ്ലസ് ഡെൽ ഡോട്ട് ജി ആണ് എന്ന് പ്രൂവ് ചെയ്യാം. എങ്ങനെ പ്രൂവ് ചെയ്യുന്നുള്ളതാണ് സിമ്പിൾ. ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഫീൽഡാണ്, ജി എന്ന് പറയുന്ന വേറൊരു വെക്റ്റർ ഫീൽഡാണ്. അപ്പോൾ എഫ് ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്തു, അസ്യൂം ചെയ്തു. കാരണം കോർഡിനേറ്റ് വൈസ് F1 ഐ ക്യാപ് പ്ലസ് F2 ജെ ക്യാപ് പ്ലസ് F3 കെ ക്യാപ് എന്നാണ് എടുത്തു. അതുപോലെ തന്നെ ജി എന്ന് പറയുന്നത് G1 ഐ ക്യാപ് പ്ലസ് G2 കെ ക്യാപ് ജെ ക്യാപ് പ്ലസ് G3 കെ ക്യാപ് എന്നെടുത്തു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് F1 പ്ലസ് F2 എന്ന് പറഞ്ഞാൽ എന്താണ്, F1 പ്ലസ് F2 എന്ന് പറഞ്ഞാൽ F1 പ്ലസ് G1 ഐ ക്യാപ് പ്ലസ് F2 പ്ലസ് G2 ജെ ക്യാപ് പ്ലസ് F3 പ്ലസ് G3 കെ ക്യാപ്പാണ്. ഇനി ഡെൽ ഡോട്ട് എഫ് പ്ലസ് G1 ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് F1 പ്ലസ് G1 പ്ലസ് ഡോ ബൈ ഡോ വൈ F2 പ്ലസ് G2 ഡോ ബൈ ഡോ സെഡ് F3 പ്ലസ് G3 എന്ന് പറയുന്ന മോഡലാണ് വരിക. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷിയേഷൻ ഈസ് ലീനിയർ അല്ലേ, പാർഷ്യൽ ഡിഫറൻഷിയേഷൻ. അപ്പോൾ നമുക്ക് മാറ്റി എഴുതാം.
എങ്ങനെ എഴുതാൻ? ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു F1 പ്ലസ് ഡോ G1 ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഓഫ് F2 ഡോ ബൈ ഡോ വൈ ഓഫ് G2 ഡോ ബൈ ഡോ Z ഓഫ് F2 ഡോ ബൈ ഡോ Z ഓഫ് F3. ഓക്കെ, അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒന്നുകൂടി മാറ്റി ചെയ്താൽ F1-ൻ്റെ ടേമൊക്കെ ഒന്ന് മാറ്റി ചെയ്താൽ എഫിൻ്റെ ടേമിനൊക്കെ, അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് F1 പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് F2 പ്ലസ് ഡോ Z ഓഫ് F3 എന്ന് ചെയ്താൽ, അതുപോലെ ജീൻ്റെ മാറ്റി ചെയ്താൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് G1 പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് G2 പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ Z ഓഫ് G3. അങ്ങനെ മാറ്റി ചെയ്ത് ഈ സാധനം എന്താണ്? ഒന്ന് ഡെൽ ഡോട്ട് എഫും രണ്ടാമത്തെ ഡെൽ ഡോട്ട് ജിയും ആണ്. ഹെൻസ് ദി പ്രൂഫ്. ഇതേ മോഡലിൽ തന്നെ നിങ്ങളും പ്രൂവ് ചെയ്യുക. ഹോംവർക്ക് ഡെൽ ക്രോസ് എഫ് പ്ലസ് ജി എന്ന് എഴുതുക. അതിന് F1 F2 F3 എന്ന് എടുക്കണം. അതുപോലെ ക്രോസ് ചെയ്യണം F1 പ്ലസ് F2 എന്ന് എടുക്കുക. എന്നിട്ട് ഡെൽ ഡോട്ട് F1 പ്ലസ് F2 ഇത് കാണുക. എന്നിട്ട് ക്രോസ് ചെയ്തിട്ട് കണ്ടിട്ട് എഴുതുക. അതുപോലെ തന്നെ എഫ് സ്മോൾ ലെറ്റർ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കേലാർ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്കേലാർ വെക്റ്റർ ഫീൽഡ്. സ്കേലാർ വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ A1 അങ്ങനെ തന്നെ അങ്ങനത്തെ ഏതെങ്കിലും എടുത്താൽ മതി. A1 A2 A3 അങ്ങനത്തെ മതി. പിന്നുള്ളത് കേൾ ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഈക്വൽ ടു 0. അതായത് എഫ് ഇവിടെ തന്നിട്ടുണ്ട്, എന്താണ് സ്കേലാർ ആണ് എന്ന് തന്നിട്ടുണ്ട്. സ്കേലാർ ഫംഗ്ഷനാണ് സ്മോൾ ലെറ്റർ എഫ്. അപ്പോൾ F1 സ്മോൾ ലെറ്റർ F1 പ്ലസ് സ്മോൾ ലെറ്റർ F2 പ്ലസ് സ്മോൾ ലെറ്റർ F3 എന്ന് പറഞ്ഞു വരിക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഗ്രേഡിയൻ്റ് എഫ് കാണുക. ഗ്രേഡിയൻ്റ് എഫ് എന്താണെന്നറിയാലോ അല്ലേ? ഗ്രേഡിയൻ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗ്രേഡിയൻ്റ് എഫ് കാണുക, എന്നിട്ട് അതിൻ്റെ കേള് കാണുക കേട്ടോ. പിന്നുള്ളത് ഡൈവേർജൻ്റ് ഓഫ് കേൾ ഓഫ് കണ്ടിട്ട് അതിൻ്റെ ഡൈവേർജൻറ്റ്. ഇവിടുത്തെ എഫ് നോക്കണം, ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ആകുമ്പോൾ PQR വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അത് 0 ആണെന്ന് കിട്ടും. അല്ലെ F1 F2 F3 വെച്ചിട്ട് ചെയ്താലും മതി. ഓക്കെ, ഇനി മറ്റുള്ളത് ബാക്കിയൊക്കെ ഓക്കെ ആണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.